നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല. പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ജന്മം കൊണ്ട് തമിഴനാണെങ്കിലും 20 വർഷത്തിലേറെയായി കേരളത്തിലാണ് സ്ഥിരതാമസം. സിനിമയിൽ സജീവമല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലും നടൻ എന്നും മീഡിയയിൽ വൈറലാണ്. കോകില ജീവിതത്തിലേക്ക് വന്നതോടെ തന്റെ ഭാഗ്യം തെളിഞ്ഞുവെന്ന് ബാല പറഞ്ഞിരുന്നു. കേരളത്തിലാണ് വർഷങ്ങളായി ബാല താമസിക്കുന്നത്. പങ്കാളിയായി ജീവിതത്തിലേക്ക് കോകില വന്നതോടെ ബാലയിൽ അടിമുടി ഒരു മാറ്റം സംഭവിച്ചു. കൊച്ചിയിലെ വീടും വിവാദങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് വൈക്കത്ത് കായൽ തീരത്ത് ഒരു വീട് വാങ്ങി നടൻ പുതിയൊരു ജീവിതം തുടങ്ങി. കൂട്ടായി എന്തിനുമേതിനും പ്രിയ ഭാര്യയും. പിന്നീട് കുറെ കാലം ഇവരുടെ പ്രണയവിശേഷങ്ങളായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ. ഓൺലൈൻ മീഡിയകളിൽ ഇരുവരുടെയും അഭിമുഖങ്ങളും വിശേഷങ്ങളുമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അതിനിടയിൽ മുൻകാല ജീവിതവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ പൊന്തി വന്നുവെങ്കിലും നടനെ അതൊന്നും ബാധിച്ചില്ല. കോകില വന്ന ശേഷമാണ് ബാല യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. ഇരുവരും ഒരുമിച്ച് തങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും തമിഴ്നാട് സ്റ്റൈൽ വിഭവങ്ങൾ തയ്യാറാക്കുന്ന കുക്കിംഗ് വീഡിയോകളും എല്ലാം പങ്കുവച്ചു. ഇടയ്ക്കിടെ ചെന്നൈയിലെ വീട്ടിൽ പോയി അമ്മയെ സന്ദർശിക്കുകയും കോകിലയുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാ വിശേഷങ്ങളും വീഡിയോയായി പങ്കുവച്ചിരുന്ന ബാല കഴിഞ്ഞ ഒരു മാസമായി സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമാണ്. ബാല മാത്രമല്ല, കോകിലയുടെ സോഷ്യൽ മീഡിയ പേജുകളും മരവിച്ചു കിടക്കുന്നു. 4 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സുള്ള ഫേസ്ബുക്ക് പേജിൽ അവസാനമായി നടൻ പങ്കുവച്ചത് ചെന്നൈയിലെ വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോയും ആദ്യ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ വിശേഷങ്ങളുമാണ്. അടുത്തിടെയായി പങ്കുവയ്ക്കുന്നതെല്ലാം ചെന്നൈയിൽ നിന്നുള്ള വീഡിയോകളാണ്. അതിനാൽ തന്നെ വൈക്കത്തെ വീട് വിട്ട് ബാല ചെന്നൈയിൽ സ്ഥിരതാമസമായോ എന്ന സംശയവും നടന്റെ ഫോളോവേഴ്സിനുണ്ട്. പൊതുവെ മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ റിലീസ് ചെയ്താൽ ബാല മുടങ്ങാതെ എത്തി സിനിമ കണ്ട അഭിപ്രായം അറിയിക്കും. പക്ഷെ അടുത്തിടെയായി ബാല ഇത്തരം വേദികളിലും കാണാതെയായി. അവസാനം പങ്കിട്ട വീഡിയോയിൽ ചിലർ പഴയ സംഭവങ്ങളുടെ പേരിൽ പരിഹസിച്ചപ്പോൾ നടൻ പുച്ഛത്തോടെ പ്രതികരിച്ച് എത്തിയിരുന്നു. മാത്രമല്ല, കോകില ഗർഭിണിയാണോ, കുഞ്ഞു പിറന്നോ തുടങ്ങിയ സ്വകാര്യതയിലേക്ക് കടന്നുകയറി ചോദിച്ചവർക്കും നടൻ കൃത്യമായ മറുപടി നൽകിയിരുന്നു. അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നും മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടരുത് എന്ന തരത്തിലുമായിരുന്നു മറുപടി. കോകിലയുമായുള്ള വിവാഹശേഷം ബാല മറ്റൊരു മനുഷ്യനായെന്നും കുടുംബത്തിന് കൂടുതൽ പരിഗണനയും ശ്രദ്ധയും കൊടുത്തു തുടങ്ങിയെന്ന് മനസ്സിലാകുന്നുവെന്നും അഭിപ്രായപ്പെട്ടും നടന്റെ ആരാധകരിൽ ചിലർ എത്തിയിരുന്നു. തന്റെ മാമാ പൊണ്ണാണ് കോകില എന്നാണ് ബാല പറയാറുള്ളത്. കോകിലയും തമിഴ്നാട് സ്വദേശിനിയാണ്. ഇരുവരുടെയും പുതിയ വീഡിയോ വൈറലായതോടെ ഫോളോവേഴ്സ് എല്ലാം ദീപാവലി ആശംസകൾ നേർന്നെത്തി. സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടും. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന്റെ അമ്മയെ സന്തോഷിപ്പിച്ചാൽ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാം. ഇതുപോലെ തുടർന്നു പോകാൻ കഴിയട്ടെ. ഹാപ്പി ദീപാവലി ബാല എന്നാണ് ആരാധകർ കുറിച്ചത്. വിവാഹശേഷമായി വീട് മാറിയതും പിന്നീടുള്ള വിശേഷങ്ങളുമെല്ലാം ഇരുവരും പങ്കുവച്ചിരുന്നു. ഇതുവരെയുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇനിയുള്ള ജീവിതത്തിൽ അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ആഗ്രഹിച്ചതുപോലെയുള്ള കുടുംബജീവിതമാണ് ഇപ്പോഴത്തേതെന്നും ബാല പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സന്തോഷമാണ് എനിക്ക് പ്രധാനമെന്നായിരുന്നു കോകിലയും പറഞ്ഞത്. വയ്യാതെ ഇരുന്ന സമയത്ത് കോകിലയായിരുന്നു എന്നെ നോക്കിയത്. അമ്മയ്ക്കും അവളെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ജീവിത സഖിയാക്കിയത്. കുട്ടിക്കാലം മുതലേ ബാലയെ ഇഷ്ടമായിരുന്നു കോകിലയ്ക്ക്. മാമ എന്നായിരുന്നു വിളിച്ചിരുന്നത്. വിവാഹശേഷവും ആ വിളി തന്നെ തുടരുകയാണ്. ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നും കോകില പറഞ്ഞിരുന്നു. അതേസമയം ജീവിതത്തിൽ ആദ്യമായി തനിക്ക് ലോട്ടറി അടിച്ച സന്തോഷം പങ്കുവച്ച ബാല എത്തിയിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് എന്റെ ഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യമാണ്, എല്ലാം ദൈവ അനുഗ്രഹം എന്നുമായിരുന്നു ബാല ഫേസ്ബുക്കിൽ കുറിച്ചത്. വീഡിയോയിലൂടെയായും സന്തോഷം പങ്കുവച്ചിരുന്നു. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കോകില കാരുണ്യ ലോട്ടറി അറിയുമോ എന്ന് ബാല ചോദിക്കുമ്പോൾ ഇല്ലെന്നായിരുന്നു കോകിലയുടെ മറുപടി. ലോട്ടറി അടിച്ച കാര്യം അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാം. എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 25,000 എന്നായിരുന്നു മറുപടി. കിട്ടിയ പൈസ ബാല കോകിലയുടെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നു. സന്തോഷമായോ, ലക്കല്ലേ എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ എന്നായിരുന്നു മറുപടി. ഈ പൈസ കൊണ്ട് ആർക്കെങ്കിലും നല്ലത് ചെയ്യണമെന്നും ബാല പറഞ്ഞിരുന്നു. തുടക്കം മുതലേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ബാല. നമുക്ക് കിട്ടുന്നതിൽ ഒരു ഭാഗം അവശത അനുഭവിക്കുന്നവർക്കായി മാറ്റിവെക്കുന്നു. അത് നേരത്തെയുള്ള ശീലമാണ്. ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമേകുന്നതിന് വേണ്ടിയാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും വന്നാൽ നല്ലതല്ലേ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിമർശനങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോഴും കൂടെ നിന്ന് പിന്തുണച്ചവർ ഏറെയാണ്. ഇപ്പോഴും ഞങ്ങളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള കുറച്ചുപേർ കൂടെ ഉള്ളത് നല്ലതാണ്. അവരുടെ പിന്തുണ ശരിക്കും ആശ്വാസമാണ്. തളരാതെ പൊരുതാനായി പ്രേരിപ്പിക്കുന്നത് അവരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അടുത്തിടെയും കോകിലയെക്കുറിച്ച് നടൻ പറഞ്ഞിരുന്നു. അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടാകും. ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കും. ഞാൻ എന്നും രാജാവായിരിക്കും. എന്റെ കൂടെയുള്ളവരും രാജാവായിരിക്കും.
ഞാൻ രാജാവായാൽ ഇവളെന്റെ റാണിയാണ്. അന്ന് ഭാര്യയുടെ പ്രായം എത്രയാണെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ഞാൻ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നാണ് ബാല പറഞ്ഞത്. എനിക്കിപ്പോൾ 42 വയസ്സായി. ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. കാശും പണവും ഒക്കെ പോയി വന്നുകൊണ്ടിരിക്കും. ഞാൻ മരണത്തിന്റെ അരികിൽ പോയി തിരികെ വന്നതാണ്. ദൈവം ഉണ്ട്. കോകിലയ്ക്ക് 24 വയസ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കളിയാക്കാമെന്നും ബാല പറഞ്ഞിരുന്നു. മാത്രമല്ല, എന്റെ മാമന്റെ മകളാണ് കോകില. പക്ഷെ അത് ഏത് തരത്തിലുള്ള റിലേഷൻ ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആസ്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. കോകിലയും ചെറിയ ആളല്ല, വലിയ കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ബാല പറഞ്ഞിരുന്നു. അതിനാൽ കോകിലയുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. റിലേഷൻ വെളിപ്പെടുത്താൻ പാടില്ല എന്നത് കോകിലയുടെ അച്ഛന്റെ ആഗ്രഹമാണ്. കോകിലയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.